ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എഞ്ചിൻ ഓയിൽ കറക്കുന്നതിന്റെ കാര്യമാണ്, അല്ലെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഒരു പുതിയ എഞ്ചിൻ ഓയിലിന്റെ കളർ എന്ന് പറയുമ്പോൾ പെട്രോൾ സീരീസിന്റെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു എന്നാ പറയുന്ന ഒരു നമ്മുടെ സാധാരണ ഒരു വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു കളർ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ടൈപ്പ് കളർ, അതായത് ഒരു ഗോൾഡൻ യെല്ലോ കളർ ഒക്കെ ആയിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊരു ഹണിയുടെ കളറിലോട്ട്, ഒരു തേനിന്റെ ഒക്കെ കളറിലോട്ട് പോകും. അതേ സ്ഥാനത്ത് ഒരു ഡീസൽ വാഹനത്തിന്റെ എഞ്ചിൻ ഓയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡാർക്ക് ആയിരിക്കും. പക്ഷേ എഞ്ചിനിലോട്ട് ഒഴിച്ച് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ കളർ ചേഞ്ച് ചെയ്ത് ബ്ലാക്ക് ആകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ ഓയിൽ കറക്കും? മെയിൻ ആയിട്ട് നമുക്കൊരു പെട്രോൾ വാഹനത്തിന്റെ ആദ്യം ഒന്ന് നോക്കാം. അതായത് പെട്രോൾ വാഹനത്തിന്റെ എഞ്ചിൻ ഓയിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ആദ്യത്തെ കുറെ നാളത്തേക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 2000 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ചെറിയ രീതിക്ക് ആ ബ്രൗൺ കളറിലോട്ട്, അല്ലെങ്കിൽ ആ എഞ്ചിൻ ഓയിൽ ഒന്ന് ബ്രൗൺ കളർ ആകും. പക്ഷേ പെട്രോൾ സീരീസിൽ നമ്മൾ ഉടനെ കളർ ചേഞ്ച് ഫീൽ ചെയ്യത്തില്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു പുതിയ എഞ്ചിൻ ഓയിൽ മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിപ്സ്റ്റിക്ക് നോക്കുകയാണ്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഇത് ഏകദേശം മാറാറായിട്ടുണ്ട്. ഓക്കെ, എഞ്ചിൻ ഓയിലിന്റെ സ്റ്റിക്ക് ഒന്ന് നോക്കി. കയ്യിലോട്ട് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വേണ്ട ഒരു വൈറ്റ് സർഫസ് ആയിട്ടുള്ള എവിടെയെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു മാതിരി എന്നാ പറയുന്നത്, നമ്മുടെ ഒരു തേനിൻ്റെ ഒക്കെ ഒരു കളറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഓയിൽ മാറാനുള്ള ടൈം ഏകദേശം അടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു കളർ നോക്കി നമുക്ക് ഏകദേശം മനസ്സിലാകാം, ഈ എഞ്ചിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിനകത്തുള്ള കാർബണിന്റെ ഡെപ്പോസിറ്റ്, കാർബൺ കണ്ടന്റ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇതിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് കൂടുതൽ നമ്മുടെ എഞ്ചിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ പെട്ടെന്ന് ഓയിൽ കറക്കും. അതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് പെട്രോൾ വാഹനങ്ങളുടെ കാര്യമാണ് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്ന സമയത്ത്, അതായത് പെട്ടെന്ന് കറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ഫ്ലഷിങ് ചെയ്ത് വിടുന്നത് നല്ലതാണ്. അതായത് എഞ്ചിൻ ഓയിൽ ഫ്ലഷിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു തവണ എഞ്ചിൻ ഓയിൽ മാറി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഏകദേശം ഒരു 15-20 കിലോമീറ്റർ ഓടിയതിനു ശേഷം അത് ഫുള്ള് ഡ്രെയിൻ ചെയ്ത് പുതിയ ഓയിൽ ഒഴിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും എഞ്ചിനകത്തുള്ള ഫുള്ളൊന്ന് വാഷ് ചെയ്ത്, അതായത് ഈ എഞ്ചിൻ ഓയിൽ എന്ന് പറയുന്നത് ശരിക്കും ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, എഞ്ചിനകത്തുള്ള കാർബണും കാര്യങ്ങളൊക്കെ മൊത്തം സ്വയം വലിച്ചെടുത്ത് ഈ ഫിൽറ്ററിനകത്ത് കൊണ്ടുവന്ന് ഫിൽറ്റർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഈ ഓയിൽ തന്നെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇതുപോലെ ഒന്ന് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എഞ്ചിൻ ഓയിൽ ഫ്ലഷിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും പെട്രോൾ വാഹനങ്ങൾ. ഇനി ഡീസൽ വാഹനത്തിലോട്ട് പോകുന്ന സമയത്ത്, ഡീസലിൽ പൊതുവേ കംപ്രഷൻ കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് അതിനകത്ത് ബേണിങ്ങിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് പൊതുവേ കുറച്ച് കൂടുതൽ വരും ഡീസലിലായതുകൊണ്ട്. പിന്നെ കുറച്ചെങ്കിലും ഗ്യാസസ്, അതായത് നമ്മുടെ ബ്ലോ ബൈ ഗ്യാസ്, നമ്മുടെ പിസ്റ്റന്റെ ഇടയ്ക്കൂടെയൊക്കെ കുറച്ച് ഡീസൽ കണ്ടന്റ് ഒക്കെ ഈ താഴോട്ട്, അതായത് നമ്മുടെ എഞ്ചിന്റെ താഴത്തെ പോർഷനിലോട്ട്, അതായത് ക്രാങ്ക് കേസിലോട്ടൊക്കെ പോകും. അങ്ങനെ കുറച്ച് ഡീസലിന്റെ അംശം എഞ്ചിൻ ഓയിലായിട്ടൊക്കെ മിക്സ് ആകുന്ന സമയത്ത് എഞ്ചിൻ ഓയിലിന്റെ കളർ പെട്ടെന്ന് ബ്ലാക്ക് ആകും. അതാണ് ഡീസൽ വാഹനങ്ങൾക്ക് നമ്മൾ മെയിൻ ആയിട്ട്, അതായത് കാർബൺ ഡെപ്പോസിറ്റ് ഒന്നാണ് ഒരു മെയിൻ കാര്യമാണ്. ഇനി അതല്ലാതെ തന്നെ ഡീസലിന്റെ എഞ്ചിൻ ഓയിൽ കറക്കാനുള്ള ഒരു പ്രധാന കാര്യം, ഈ പറഞ്ഞ പോലെ ഡീസലിന്റെ ഒരു കണ്ടന്റും കൂടെ ചെറിയ രീതിക്ക് നമ്മുടെ എഞ്ചിൻ ഓയിലിനകത്ത് മിക്സ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഡാർക്ക് ആകുന്നതിന്റെ കാര്യം. അതുകൊണ്ട് എപ്പോഴും 10,000 കിലോമീറ്റർ റെക്കമെൻഡഡ് ആയിട്ടുള്ള കിലോമീറ്ററിന് കുറച്ച് മുമ്പെങ്കിലും നിങ്ങൾക്ക് ഓയിൽ മാറി വിടാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം എപ്പോഴും നമ്മൾ ആ ഒരു കിലോമീറ്റർ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കാരണം ആ കിലോമീറ്റർ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാർബൺ ഡെപ്പോസിറ്റ് വരും, എഞ്ചിൻ ഓയിൽ കൂടുതൽ കറക്കും. അങ്ങനെ വരുന്ന സമയത്ത് എഞ്ചിൻ ഓയിലിന്റെ കട്ടി കൂടുന്നതിനനുസരിച്ച് ഈ നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിനിൽ തേയ്മാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങ് പീക്ക് ടൈം വരെ കൊണ്ടുപോകാതെ, കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, അതായത് എഞ്ചിൻ ഓയിലിന്റെ കളർ കൂടുതൽ ഡാർക്ക് ആകുകയാണ്, ഡീസൽ വാഹനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എഞ്ചിൻ ഓയിലിന്റെ കട്ടി കൂടുതലാകുകയാണെങ്കിൽ ഉടനെ തന്നെ മാറിവിടുന്നതാണ് ഏറ്റവും നല്ലത്.